എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വ്യവസായവുമായി ബന്ധപ്പെട്ട 2-3 കാര്യങ്ങളാണ് പറയുന്നത്. 3 പ്രധാനപ്പെട്ട മേഖലകളെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ഒന്നാമത് ഉൽപ്പാദന മേഖല, രണ്ടാമത് വ്യാപാര മേഖല, മൂന്നാമത്തത് സർവീസ് മേഖല അല്ലെങ്കിൽ സേവന മേഖല എന്നും പറയാം. ഇങ്ങനെയുള്ള 3 തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഉൽപ്പാദന മേഖല എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഉണ്ടാക്കുന്ന സ്ഥലത്തെയാണ് അത് എന്ന് പറയുന്നത്. അത് ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, വാഹനങ്ങളായിക്കോട്ടെ, സ്റ്റേഷനറി ഐറ്റംസ് ആയിക്കോട്ടെ, ഹാർഡ്വെയർ ഐറ്റംസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള മേഖലകളെ ഉൽപ്പാദന മേഖല എന്ന് പറയും. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ സംരംഭകർ എന്ന് പറയുന്നു. രണ്ടാമത്തത് ട്രേഡിംഗ് അഥവാ വ്യാപാര മേഖല. വ്യാപാര മേഖല എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറിയിൽ നിന്ന് സാധനം ഉണ്ടാക്കി അത് മാർക്കറ്റിലേക്ക് വിതരണം ചെയ്യുന്ന പ്രക്രിയയാണ്. ഇതുമായും ബന്ധപ്പെട്ടും കുറേ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. മൂന്നാമത് ആണ് സർവീസ് മേഖല. സർവീസ് മേഖല എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും നിങ്ങൾ കാണാം, ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് കൊടുക്കുന്ന സാധനങ്ങളുണ്ടാവാം, DTP സെൻറ്റേഴ്സ് ഉണ്ടാവാം, അതുപോലെ ഇൻ്റർനെറ്റ് കഫേസ് ഉണ്ടാവാം, പിന്നെ കൂൾ ബാർ, ഹോട്ടല്, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, പിന്നെ മിക്സി, ഫാൻ, ഇതൊക്കെ റിപ്പയർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ കാണാം. TV, ഇലക്ട്രോണിക്സ് ഐറ്റംസ് റിപ്പയർ ചെയ്യുന്ന സാധനങ്ങൾ കാണാം. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മെഷീനറീസ് അഥവാ എക്വിപ്മെൻറ്റ് വാടക കൊടുക്കുന്ന സ്ഥാപനങ്ങൾ കാണാം. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ പിന്നെ ഡെക്കറേഷൻ ഐറ്റംസ് വാടക കൊടുക്കുന്ന സാധനങ്ങളാണ്. വിവാഹാവശ്യങ്ങൾക്കും മറ്റും ഉത്സവാവശ്യങ്ങൾക്കും ഡെക്കറേഷൻ ഐറ്റംസ് വാടക കൊടുക്കുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് പ്രധാനമായും സർവീസ് മേഖലയിൽ വരുന്നത്. ഇങ്ങനെയുള്ള 3 മേഖലകളാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ ഗവൺമെൻറ്റുള്ളത് കൊടുക്കുന്ന ഉൽപ്പാദന മേഖലയ്ക്കാണ്. ഒരു സാധനം ഉൽപ്പാദനം ചെയ്ത് വിൽക്കുന്ന മേഖലക്കാണ് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത്. ഇതാണ് വ്യവസായവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ. ഇതിൽ വ്യവസായവുമായി ബന്ധപ്പെട്ട് ഉൽപ്പാദന മേഖലയുമായി ബന്ധപ്പെട്ട് 3 തരത്തിലുള്ള ഉൽപ്പാദന പ്രക്രിയകളുണ്ട്. 3 തരത്തിൽ തരംതിരിക്കാം. ഒന്ന് ചെറുകിട വ്യവസായ മേഖല, രണ്ടാമത് ഇടത്തരം വ്യവസായ മേഖല, മൂന്നാമത്തത് വൻകിട വ്യവസായ മേഖല. ഇങ്ങനെ അതിൻ്റെ മൂലധനത്തിനനുസരിച്ചിട്ട് 3 കാര്യങ്ങൾ തരംതിരിക്കുകയും ചെയ്യാം. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.